ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഗ്രാൻഡ് കിച്ചൺ. ഗ്രാൻഡ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ആ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 ആൾക്ക് കഴിക്കാൻ പറ്റിയ ഒരളവാണ് പറയുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറു ചൂടുവെള്ളമാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കില്ല, അതുപോലെ കുറച്ച് ടൈറ്റായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും മതി, ഒരുപാടൊന്നും വേണ്ട. ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കട്ടെ. ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടൽമാവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ പോകും നമ്മൾ കടൽമാവ് ചേർക്കുന്ന സമയത്ത്. ഇനി നമുക്ക് നമ്മുടെ ഈ മാവ് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കട്ടോ, ഒരുപാട് കട്ടിയൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ, അതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇട്ടതിന് ശേഷം എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ റോൾ ചെയ്യുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്താൽ, ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഫില്ലിങ് പുറത്ത് വരും. ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് അമർത്തുക, അല്ലെങ്കിൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കരുത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുത്ത് നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ. ഫ്ലെയിം പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോകും, എന്നാലും ഉള്ളൊന്നും ഒരു വേവില്ല. അപ്പോൾ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റോളം വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ടിത് ഇതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇനി വീണ്ടും അതേ എണ്ണയിൽ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമുക്ക് കറിയൊന്നും വേണ്ട കേട്ടോ, ഈ മസാല വയറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ വെറൈറ്റി ഒക്കെ വേണ്ട കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. മസ്റ്റായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.